127 സങ്കീർത്തനം 1 യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥ ജാഗരിക്കുന്നു. യഹോവയാണോ വീട് പണിയുന്നത്? അതെ, യഹോവയാണ് വീട് പണിയുന്നത്. യഹോവ വീട് പണിയുന്നില്ലെങ്കിൽ പണിയുന്ന ആളുകൾ വൃഥ അധ്വാനിക്കുകയാണ്. എന്താണ് ഈ വചനത്തിൻ്റെ അർത്ഥം? യഹോവയാൽ അല്ലാതെ യാതൊരു കാര്യങ്ങളും ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല. എല്ലാറ്റിനും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം വേണം. അത് വീടായാലും പട്ടണമായാലും പ്രയത്നമായാലും ജോലിയായാലും മക്കളായാലും സമ്പത്തായാലും യഹോവ നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. എന്നാൽ യഹോവയോടുകൂടിയാണ് നമ്മൾ ആ കാര്യം ചെയ്യുന്നതെങ്കിൽ, യഹോവയെ മുൻനിർത്തിയാണ് ആ കാര്യം ചെയ്യുന്നു എന്ന് വരികിൽ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി നിർവഹിക്കപ്പെടും. കാരണം നമ്മൾ യഹോവയ്ക്ക് കൊടുക്കേണ്ട സ്ഥാനം കൊടുത്തു എന്നർത്ഥം. അതാണ് ഇവിടെ പറയുന്നത്. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുകയാണ്. ഏറ്റവും ഭംഗിയായി ആ കാര്യം തീരണമെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ജീവിതത്തിൽ വേണം. നമുക്കും യഹോവയെ മുൻനിർത്തി കാര്യങ്ങൾ ചെയ്യാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.